ഹായ് എവ്രി വൺ. കുട്ടികളോട് എപ്പം ചോദിച്ചാൽ ഏതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫാസ്റ്റ് ഫുഡ് എന്ന് പറഞ്ഞാൽ ഇപ്പം പറയും ലോഡഡ് ഫ്രൈസ് അല്ലെങ്കിൽ ബർഗർ അല്ലേ. അതിപ്പം വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ ഒരിക്കൽ ഞാൻ വിചാരിച്ചു നമുക്കിതൊന്ന് വീട്ടിൽ തന്നെ ട്രൈ ചെയ്താലോ. അപ്പോൾ ഉണ്ടാക്കിയാലോ എന്ന് വെച്ചാൽ ഞാൻ മനസ്സിലാക്കിയത് നമ്മൾ എന്തിനാ ഈ പുറത്തുനിന്ന് ഓർഡർ ചെയ്യുന്നത്. അപ്പോൾ ഈസി ആയിട്ട് തന്നെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണ്. ഇതിന് വേണ്ടിയിട്ട് ഞാൻ മാറ്റി വെച്ചത് ബോൺലെസ് ചിക്കനാണ്. അതിന് 250 ഗ്രാംസ് ബോൺലെസ് ചിക്കൻ്റെ കൂടെ തന്നെ ഉപ്പും മുളകും കുരുമുളകും പിന്നെ ഗരം മസാല പൊടിയാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. ഇത് മിക്സ് ചെയ്തിട്ട് ഒരു ടീസ്പൂൺ അത്ര പൊടിയും കൂടി ചേർക്കുക. എന്നിട്ട് മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് നല്ലോണം യോജിക്കാം. ആദ്യം ഒരു ടീസ്പൂണിൻ്റെ അത്ര ഞാൻ കുറച്ച് പൊടി ഇട്ടിട്ടാണ് മിക്സ് ചെയ്തത്. എന്നിട്ട് പിന്നെ അരക്കപ്പ് പൊടിയും കൂടി ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് ഡ്രൈ ആയിരിക്കണം, വെള്ളം തീരെ പാടില്ല. അപ്പോൾ അത് സൈഡാക്കി വെച്ചിട്ട് നമ്മൾ ഫ്രഞ്ച് ഫ്രൈസ് പിന്നെ ഫ്രഞ്ച് ഫ്രൈസ് എന്ന് പറയുമ്പോൾ അസംബിൾ ചെയ്യാൻ എന്ന് വെച്ചാൽ സെർവ് ചെയ്യുന്നതിന് കുറച്ച് മുമ്പ് ഫ്രഞ്ച് ഫ്രൈസ് ഫ്രൈ ചെയ്ത് കൊടുക്കുന്നതാണ്. അപ്പോൾ ഫ്രഞ്ച് ഫ്രൈസ് ഞാൻ പാക്കറ്റാണ് യൂസ് ചെയ്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കുക, എല്ലാം ഫ്രഷ് ആയിട്ട് തന്നെ ഉണ്ടാക്കുക. അപ്പോൾ അതും കൂടി സൈഡാക്കി വെച്ചിട്ട് അപ്പോഴത്തേക്ക് എൻ്റെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കൂടിയിട്ട് ഇങ്ങനെ കുറച്ചായിട്ടാണ് ഓയിൽ ഫ്രൈ ചെയ്ത് കൊടുക്കുന്നത്. ഓയിൽ ഫ്രൈ ചെയ്ത് അത് സൈഡാക്കി വെക്കുക. പിന്നെ ഇപ്പോൾ നമ്മൾ സോസാണ് ഉണ്ടാക്കുന്നത്. 1 ടേബിൾ സ്പൂൺ ബട്ടറിന് 2 ടേബിൾ സ്പൂൺ മൈദപ്പൊടിയാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നാൽ പിന്നെ ഈസി ആയിട്ട് നമുക്ക് സോസായി കിട്ടും. അപ്പോൾ ഇത് ഞാൻ നല്ലോണം മിക്സാക്കി കൊടുക്കുക. ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഒരു അല്ലി വെളുത്തുള്ളി മാത്രം നിങ്ങൾക്ക് ഒന്ന് ചോപ്പ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. അത് ഞാൻ ഇതിൽ ഇട്ടിട്ടില്ല, പക്ഷെ അതൊരു നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കത് ചെയ്യാം. ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ 2 കപ്പ് പാലാണ് ഒഴിച്ചിട്ടുള്ളത്. പിന്നെ ഉപ്പും റെഡ് ചില്ലി ഫ്ലേക്സുമാണ് ഇട്ടിട്ടുള്ളത്. ഇത് രണ്ടും കൂടി മിക്സ് ആക്കിയിട്ട് ലാസ്റ്റ് ആകുമ്പം ഒന്ന് കുറുകി ഒന്ന് കട്ടിയായിട്ട് വരുമ്പം തന്നെ നമുക്ക് ഫ്ലെയിം ഓഫാക്കി ഇടാം. എന്നിട്ട് ചീസും കൂടി ഇട്ടിട്ട് മിക്സാക്കി കൊടുക്കുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഇത് നല്ല കറക്റ്റ് കൺസിസ്റ്റൻസി കിട്ടും. ഇപ്പോൾ നിങ്ങൾക്ക് നല്ലോണം ക്രീമി ആയിട്ട് വേണമെങ്കിൽ, തിക്നെസ് വേണ്ടാന്നുണ്ടെങ്കിൽ ചീസ് ഇടുന്നതിന് മുമ്പായിട്ട് തന്നെ പാല് കുറച്ചധികം ഒരു അരക്കപ്പ് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഇത്ര കട്ടി വരില്ല. ഇപ്പോൾ ഇത് ഞാൻ ഈ കട്ടിയിലാണ് ആക്കിയിട്ടുള്ളത്. ഇപ്പോൾ ഇത് നല്ല ചൂടുണ്ട്. ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഞാൻ ചീസ് ഇട്ടത് കേട്ടോ. അപ്പം അത് ഓഫാക്കിയിട്ട് നല്ലോണം തണുത്ത് കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ സെർവിങ്ങിലേക്ക് മേലെ ഒഴിച്ചു കൊടുക്കേണ്ടതുള്ളൂ. അപ്പോൾ ഞാൻ ഇതിലേക്ക് കെച്ചപ്പാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ടൊമാറ്റോ സോസോ കെച്ചപ്പോ, ഞാനിപ്പോൾ കെച്ചപ്പാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ചില ആൾക്കാർ ഇതിൽ റെഡ് ചില്ലി സോസ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പം അത് കുറച്ചും കൂടി സ്പൈസി ആവും. നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിലും ഇതിൽ ആഡ് ചെയ്യുന്നതാവും. ഇത് എന്നിട്ട് തണുപ്പിക്കാൻ വെക്കുക. ഇപ്പം ഞാൻ സെർവ് ചെയ്യുന്നത് ആദ്യം ചിക്കൻ പോപ്കോൺസ് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മേലെ കൂടിയാണ് ഞാൻ പിന്നെ ഫ്രഞ്ച് ഫ്രൈസ് ഇട്ടിട്ട് നമ്മൾ ഈ ലെയർ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ സെർവിങ് ആകാനാകുമ്പോൾ ഞാനിത് ചെയ്തത്. ഫ്രഞ്ച് ഫ്രൈസ് പ്രത്യേകം ശ്രദ്ധിക്കുക, കാരണം അത് കുറച്ച് ലേറ്റായി കഴിഞ്ഞാൽ അതിങ്ങനെ സോഗി ആയിട്ട് വരും. അതുകൊണ്ട് ആദ്യം നമ്മൾ ഈ സെർവ് ചെയ്യുന്ന സമയത്ത് മാത്രം ഫ്രഞ്ച് ഫ്രൈസ് ഫ്രൈ ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഈ സോസ് ഇത് ഇപ്പോൾ കട്ടി അധികമായിട്ടാണ് ഉള്ളത്. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾക്ക് കുറച്ചും കൂടി ലൂസായിട്ടുള്ളത് വേണമെങ്കിൽ പാല് കുറച്ച് എക്സ്ട്രാ ഒഴിച്ച് കൊടുത്താൽ മതി. ഇതിപ്പോൾ ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ ഇത് കുറച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടായിന്. നല്ല എല്ലാം കൂടി മിക്സായിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് അടിപൊളി ടേസ്റ്റാണ് ഉണ്ടായിട്ടുണ്ടായിന്. അപ്പം ഇത് നമ്മളെ ഇഷ്ടത്തിന് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഇഷ്ടമില്ല ഇൻഗ്രീഡിയൻസ് കൂട്ടാം. ചിക്കനൊക്കെ കുറച്ചധികം ഇടാം. പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ജലപ്പിനോസ്. അപ്പോൾ ജലപ്പിനോസും കൂടി ഇട്ടിട്ട് ചില്ലി സോസും ടൊമാറ്റോ കെച്ചപ്പൊക്കെ ഇട്ടിട്ടാണ് സെർവ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഈസിയാണ്. നമ്മൾ പിന്നെ ഇത് പുറത്തുനിന്ന് വാങ്ങേണ്ട ആവശ്യമേ വരുന്നില്ല. എപ്പോഴും വേണമെങ്കിൽ നമ്മൾ വീട്ടിൽ സാധനങ്ങൾ ഉണ്ടല്ലോ. അപ്പോൾ ഇത് ഇങ്ങനെ ആക്കി കൊടുത്താൽ തന്നെ ഒരു പ്ലേറ്റ് നിറച്ചും കഴിക്കാൻ കിട്ടും. എല്ലാവരും ഫീഡ്ബാക്ക് അറിയിക്കുക, കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക ഇതെങ്ങനെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്യാം.